Hello friends, Walk-in-F-ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ ലോകമെമ്പാടും എത്തിച്ച ഒരു ബ്രാൻഡാണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം റോയൽ എൻഫീൽഡിന് കുറച്ച് കാലം മുമ്പ് വരെയും അധികമായ ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു. അതിൻ്റെ ക്ലാസിക് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിലും അധികമായ ഫാൻ ബേസ് ആയിരുന്നു റോയൽ എൻഫീൽഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതൊന്ന് താഴ്ന്നു വന്നു. അപ്പോഴാണ് അവർ പുതിയ പുതിയ മോഡൽസ് ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര മോഡൽസാണ് അവർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ മെറ്റിയോർ വന്നു, അതുപോലെ തന്നെ ക്ലാസിക് റീബോൺ വന്നു, പിന്നെ നമ്മളെ ഹിമാലയൻ കൊണ്ടുവന്നു, പിന്നീട് സ്ക്രാംബ്ലർ കൊണ്ടുവന്നു. അതിനൊക്കെ ശേഷം ഏറ്റവും പുതിയതായിട്ട് ലോഞ്ചായ ഒരു മോഡലുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ 350. ഹണ്ടർ 350യെ പറ്റി പറയുമ്പം ഇതിൻ്റെ ഒരു ഡിസൈനാണ് ഏറ്റവും എടുത്ത് പറയാനായിട്ടുള്ളത്. വളരെ റെട്രോ ആയിട്ടുള്ളൊരു സ്റ്റൈലിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിന് രണ്ട് മോഡൽസ് അവൈലബിൾ ആയിട്ടുള്ളത്, റെട്രോയും അതുപോലെ തന്നെ മെട്രോയും. രണ്ട് മോഡൽസ് ആണുള്ളത്. റെട്രോയും മെട്രോയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. അതിനൊക്കെ മുമ്പ് ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹെഡ് നോക്കിയാലും, അതുപോലെ തന്നെ ഇതിൻ്റെ ടാങ്ക് സൈഡിലോട്ട് വന്നാലും, പിന്നീട് അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, പിന്നീട് ടെയിൽ ലാമ്പ്, ഇതൊക്കെ ഓരോ കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിസൈൻ ചെയ്ത് ഇത്ര മെച്ചപ്പെടുത്തിയതുകൊണ്ട് മാത്രമല്ല, ഇത് ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ വരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ മാത്രമല്ല, ഈ ഒരു 350 സെഗ്മെൻറ്റ് ആ ഒരു കാറ്റഗറി നോക്കിയാൽ തന്നെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രത്യേകത മാത്രമല്ല, വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടൊരു ബൈക്കാണ് റോയൽ എൻഫീൽഡ് ഹണ്ടർ 350 എന്ന് പറയുന്നത്. റോയൽ എൻഫീൽഡിൽ നിന്ന് മാത്രമല്ല, 350 എഞ്ചിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബൈക്സിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ് റോയൽ എൻഫീൽഡ് ഹണ്ടർ എന്ന് പറയുന്നത്. രണ്ടിൻ്റെ വില നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. 2 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് ഈ ഒരു സ്റ്റൈലിഷ് ബൈക്കിന് പ്രൈസ് വരുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പേർപ്പസിലും യൂസ് ചെയ്യാം. മെയിൻലി നമ്മൾ സിറ്റി യൂസ് ആണ് ആയിക്കോട്ടെ, നമ്മുടെ ഡെയിലി യൂസ്, ആ ഒരു എല്ലാ പേർപ്പസിനും നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു വാഹനമായിട്ടാണ് നമുക്ക് ഹണ്ടർ 350 നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ, ഇത് ബൈക്ക് കാണുമ്പോൾ തന്നെ ഒരു ചെറിയ ബൈക്കായിട്ട് ഫീൽ ചെയ്യും. അപ്പം കുറച്ച് ഹൈറ്റ് കുറഞ്ഞെന്ന് വിചാരിച്ചാൽ അവർക്കും വളരെ ആപ്റ്റായിട്ടുള്ളൊരു ബൈക്കായിരിക്കും ഹണ്ടർ 350. പിന്നീട് വെയിറ്റ്, നമ്മളിത് വണ്ടിയിൽ കയറി ഇരുന്ന് നമുക്ക് നേരത്തെ ബുള്ളറ്റൊക്കെ ബാക്കിലോട്ട് ഉന്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ബൈക്സിനൊക്കെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ആ ഒരു ലാഘവത്തോടെ നമുക്ക് ഈ ബൈക്കും നമുക്ക് റിവേഴ്സൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഇത്രയും സൈസ് എല്ലാം കുറച്ചു എന്ന് വെച്ച് ഇതിൻ്റെ പവർ ഫിഗേഴ്സിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. 350cc എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മെറ്റിയോറിലൊക്കെ കാണുന്ന ഒരു സെയിം എഞ്ചിനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് റീമാപ്പിങ്ങും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ അനുസരിച്ച് കുറച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ 20.2 bhp പവറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 27 Nm ടോർക്കും കൊടുത്തിട്ടുള്ളൊരു SOHC എഞ്ചിനാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഹണ്ടർ 350യിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഹണ്ടർ 350 രണ്ട് മോഡൽസിലാണ് അവൈലബിൾ നമ്മൾ പറഞ്ഞിരുന്നില്ല. അതായത് മെട്രോയും റെട്രോയും രണ്ട് വേരിയൻസിലാണ് അവൈലബിൾ. അപ്പം ഈ രണ്ട് വേരിയൻസിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. മെയിൻ ഡിഫറൻസുകൾ കുറച്ച് മെയിൻ ഡിഫറൻസുകൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ മെട്രോ ആണ് കുറച്ച് ടോപ്പ് ആൻഡ് വെഹിക്കിൾ. നമ്മുടെ റെട്രോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞിരിക്കുന്ന ഒരു വെഹിക്കിളാണ് നമ്മുടെ റെട്രോ എന്ന് പറയുന്നത്. അപ്പം ഇത് തമ്മിൽ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ വ്യത്യാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ മെട്രോയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേസിക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. അത് ഡിജിറ്റൽ അനലോഗ് കോമ്പൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതേസമയം നമ്മുടെ മെട്രോയുടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ഡിജിറ്റൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ഡിസ്പ്ലേ ആണ് നമുക്ക് മീറ്റിയോറിലും അതുപോലെ തന്നെ സ്ക്രാമിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് അടുത്തായിട്ടുള്ള മെയിൻ വ്യത്യാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെട്രോയിൽ വന്നിരിക്കുന്നത് നോർമൽ കൺവെൻഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ മെട്രോ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു റെട്രോ ഡിസൈനിലുള്ള ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മുടെ മെട്രോയിൽ വന്നിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ ഗ്രാബ് റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ റെട്രോയുടെ ഗ്രാബ് റെയിൽ കുറച്ച് നോർമൽ ബേസിക് ആയിട്ടുള്ള ഗ്രാബ് റെയിലും മെട്രോയ്ക്ക് വന്നിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഗ്രാബ് റെയിലുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിലെ ലുക്കിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. പിന്നീട് അടുത്തതായിട്ടുള്ള പെർഫോമൻസ് സൈഡിൽ വ്യത്യാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക് ബ്രേക്സ് ആണ്. ഡിസ്ക് ബ്രേക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെട്രോയ്ക്ക് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക്, റിയറിൽ ഡ്രം ബ്രേക്സും ആണ് വന്നിരിക്കുന്നത്. അതേസമയം ഇത് സിംഗിൾ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം നമ്മുടെ മെട്രോ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ചാനൽ ABS ആയതുമുള്ള ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് ടയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പോക്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മെട്രോയിൽ അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. ടയർ സൈസിനും വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് 110, 120 ആണ് റെട്രോയ്ക്ക്, 110, 140 ആണ് മെട്രോയ്ക്കും വന്നിരിക്കുന്നത്. ഇത്രയും വ്യത്യാസങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു രണ്ട് വാഹനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ എക്സോ സൗണ്ടാണ് നമുക്ക് അടുത്തായിട്ട് കേൾപ്പിക്കാനുള്ളത്. ഇതിൻ്റെ എക്സോ സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം.
അപ്പോൾ എങ്ങനെയുണ്ട് എക്സോ സൗണ്ട്? കിടുമല്ലേ? പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 1,80,000 ആണ് നമ്മുടെ റെട്രോയ്ക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെട്രോയ്ക്ക് 1,99,000 ആണ് ഇപ്പോൾ ഓൺ റോഡ് വന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളേഴ്സ് വേരി ചെയ്യുന്നതനുസരിച്ച് ചെറിയ പ്രൈസ് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്മളെ 100-350 പറ്റി പറയാനായിട്ടുള്ളത്. അപ്പം ഈ ഒരു വാഹനം ആർക്കൊക്കെ ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത്, ഇത് ഡെയിലി കമ്മ്യൂട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലോങ് പോകാനാണെങ്കിലും എല്ലാത്തിനും വളരെ ഉപകാരപ്പെടും. പിന്നീട് ഓഫ് റോഡ് പർപ്പസ് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം, അതായത് നമ്മുടെ ഇൻ്റർസെപ്റ്ററിലൊക്കെ ഓഫ് റോഡ് പോകുന്നവർ വരെ ഉണ്ട്. അപ്പം ആ രീതിയിൽ മാത്രം പോകാനായിട്ട് സാധിക്കും. അല്ല വലിയ ഓഫ് റോഡുകളും കാര്യങ്ങളും നോക്കി ഇതിലോട്ട് വരരുത്. പിന്നീട് നോർമലി കൊണ്ട് നടക്കാൻ പറ്റിയ, ഡെയിലി യൂസിനും പറ്റിയ, അത്യാവശ്യം ലോങ് ട്രാവലും ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വാഹനം തന്നെയാണ് നമ്മുടെ റെട്രോ എന്ന് പറയുന്നത്, നമ്മുടെ 100-350 എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പില്ലിയൻ കംഫോർട്ടിനെ പറ്റി നമുക്കറിയില്ല. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ പിന്നീട് ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു യൂസർ ഉപയോഗിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും. പത്തനംതിട്ട R3 മോട്ടോഴ്സാണ് നമുക്ക് ഈ ബൈക്ക് റിവ്യൂവിനായിട്ട് വിട്ടു തന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഷോറൂമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബുക്കിംഗ്സ് ഒക്കെ ഓപ്പൺ ആണ്. റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ബുക്കിംഗ് പ്രകാരം 5,000 rupees കൊടുത്ത് നിങ്ങൾക്ക് 350cc ഉള്ള എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാക്കി 650cc വരെയുള്ള ബാക്കി വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് 10,000 rupees കൊടുത്ത് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും പുതിയ ലോഞ്ച് ആയിട്ടുള്ള നമ്മുടെ ഈ ബൈക്കിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുവരേക്കും ഗുഡ് ബൈ.